Hi friends, welcome to a new video from English with Asee. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് പ്രയോഗങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇന്ന് നമുക്ക് അങ്ങനെ മറ്റൊരു പ്രയോഗം, അതായത് നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ നാം പറയുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അവൻ വീട്ടിൽ വരിക മാത്രമല്ല മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയും ചെയ്തു. അതായത് രണ്ട് കാര്യങ്ങളാണ്, അത് മാത്രമല്ല ഇതും എന്ന് പറയാണ്. ഇപ്പം ചില ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, അവനെ കൊല്ലുക മാത്രമല്ല അവൻ്റെ കയ്യും മുറിച്ചെടുത്തു. ദേ നോട്ട് ഓൺലി കിൽഡ് ഹിം ബട്ട് ഓൾസോ കട്ട് ഹിസ് ഹാൻഡ്. അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ, അതായത് ഒരേ ഉദ്ദേശത്തിലുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ആൾസോ ചേർക്കാം. ജോണിന് മാത്രമല്ല മേരിക്കും ഒരു സമ്മാനം ലഭിച്ചു. അപ്പോൾ ജോണും മേരി ഉണ്ടല്ലോ. അപ്പോൾ നോട്ട് ഓൺലി ജോൺ, സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുക കേട്ടോ, ബട്ട് മേരി, നോട്ട് ഓൺലി ജോൺ ബട്ട് മേരി ഓൾസോ ഗോട്ട് എ പ്രൈസ്. അതായത് ഇവിടെ ഗോട്ട് എ പ്രൈസ് എന്നുള്ളതാണ് രണ്ടുപേരുടെയും പൊതുവായ കാര്യം. അപ്പോൾ ആ ഡിഫറെൻ്റായ ആളുകളെ നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് യോജിപ്പിക്കുകയും അതിനുശേഷം എന്താണോ അതിനകത്ത് അവർക്ക് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യം എന്നുള്ളത് ശ്രദ്ധിച്ച് അത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് യോജിപ്പിക്കുക. അപ്പോൾ പറയണ, അവൻ ബുദ്ധിമാൻ മാത്രമല്ല സുന്ദരനുമാണ്. ഹീസ് നോട്ട് ഓൺലി ഇൻ്റലിജൻറ്റ്, ആ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആരെ പറ്റിയാണോ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, അത് ശ്രദ്ധിക്കണം. ഹീസ് നോട്ട് ഓൺലി ഇൻ്റലിജൻറ്റ് ബട്ട് ഓൾസോ ഹാൻസം. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ ഇപ്പം നോട്ട് ഓൺലി ബട്ട് ഓൾസോ നമ്മൾ പറഞ്ഞ്, ഇതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് എനിക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഓക്കെ, എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സാധാരണ എല്ലാ സംസാരങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോ ദാറ്റ്. അപ്പോൾ ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ സാധാരണ പറയുന്നത് നമ്മൾ ഒത്തിരി വീക്കായിട്ടുള്ള, അതായത് ഒത്തിരി ടയേർഡായിട്ടുള്ള, ഐ വാസ് സോ ടയേർഡ്, അതുകൊണ്ട് എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല. ദാറ്റ് ഐ കുഡ് നോട്ട് വാക്ക്. സോ ദാറ്റ്. അപ്പോൾ അവിടെ എങ്ങനെ, ഐ വാസ് സോ ടയേർഡ് ദാറ്റ് ഐ കുഡ് നോട്ട് വർക്ക്. വിദ്യാർത്ഥി മടിയനായിരുന്നത് കൊണ്ട് അധ്യാപകൻ അവനെ ശിക്ഷിച്ചു. അപ്പം വിദ്യാർത്ഥി വളരെ മടിയനായതുകൊണ്ട്, ദ സ്റ്റുഡൻറ്റ് വാസ് സോ ലേസി ദാറ്റ് ദ ടീച്ചർ പണിഷ്ഡ് ഹിം. ഇങ്ങനെ ഈ സെൻറ്റൻസുകൾ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ സെൻറ്റൻസുകൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കുക, ഒപ്പം തന്നെ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള എക്സർസൈസുകൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും ലാസ്റ്റ് എക്സർസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സർസൈസ് ശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് രണ്ട് യൂസേജാണ്. ഒന്ന് എന്താണ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരാളെ പറ്റി പറയുമ്പോൾ അയാൾ അത് മാത്രമല്ല ഇതാണ്, അല്ലെങ്കിൽ ഒരു സംഭവം പറയുമ്പോൾ ആ സംഭവം മാത്രമല്ല മറ്റൊരു സംഭവമാണെന്ന് പറയുക. എന്നാൽ സോ ദാറ്റ് എങ്ങനെയാണ്, അവൻ ബുദ്ധിമാനായതുകൊണ്ട് അവൻ ആ എക്സാം പാസ്സാകാൻ പറ്റി, അതുകൊണ്ട് എന്ന് ഒരു രണ്ട് കാരണങ്ങളെ ബന്ധിപ്പിക്കുന്നു. അപ്പം ഇത് കണ്ടീഷനല്ല. അപ്പം കണ്ടീഷൻ പറയുന്നത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അതായത് അവൻ മടിയനായതുകൊണ്ട് അവൻ പോയി അങ്ങനെ പറയുമല്ലോ. അതായത് പിന്നെ എന്താണ്, ഐസ് തണുക്കുന്നത് കൊണ്ട് വെള്ളം തണുക്കുന്നത് കൊണ്ട് അത് ഐസായി മാറുന്നു എന്ന കണ്ടീഷണലുണ്ടല്ലോ, ഓരോ കണ്ടീഷണൽ. ആ കണ്ടീഷനുകളുടെ ക്ലാസ്സൊക്കെ നമ്മൾ ഉടനെ എടുക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് സോ ദാറ്റാണ്. ആ പെട്ടിക്ക് വളരെ ഭാരമുണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ഉയർത്തുവാൻ കഴിഞ്ഞില്ല. ദ ബോക്സ് വാസ് സോ ഹെവി ദാറ്റ് ഐ കുഡ് നോട്ട് ലിഫ്റ്റ് ഇറ്റ്. ഓക്കെ, ഇതുപോലെയുള്ള മറ്റൊരു പ്രയോഗമാണ്, ഒരു സംഭവം നടന്നു, അതിൻ്റെ
തൊട്ട് പിന്നാലെ മറ്റൊരു സംഭവം നടന്നു എന്ന് പറയുവാൻ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. അതായത് ഞാൻ അങ്ങോട്ട് പോയ ഉടനെ ഹാഡിലി എന്ന് പറഞ്ഞാൽ തൊട്ട്, അപ്പോൾ അല്ലെങ്കിൽ ഐ ഹാഡ് നോ സൂണർ ക്ലോസ്ഡ് ദ ഡോർ ദാൻ സംബഡി കോൾ. ഞാൻ ആ ഡോറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഒരാൾ വിളിച്ചു എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഒരു പ്രയോഗവും കൂടി. ഇപ്പോൾ ഈ 3 പ്രയോഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പറയണം, എന്താണ്, അവൾ മുറിയിൽ പ്രവേശിച്ചയുടനെ ടെലിഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങി എന്ന് പറയാണ്. എന്താണ്, ഷീ വാസ് സ്കേഴ്സ്ലി ഇൻസൈഡ് ദ റൂം. അപ്പം അങ്ങോട്ട് കയറിയതിന് തൊട്ട് മുമ്പേ, ബിഫോർ ദ ടെലിഫോൺ സ്റ്റാർട്ടഡ് റിങ്ങിങ്. അവൾ മുറിയിൽ പ്രവേശിച്ചയുടനെ ടെലിഫോൺ ശബ്ദിക്കുവാൻ തുടങ്ങി. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉറക്കണമെങ്കിൽ ഇത് ഞാൻ പറയുന്നത് എക്സർസൈസായിട്ട് നിങ്ങൾ കമൻറ്റുകൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവും. ഇപ്പോൾ മറ്റു കാര്യം പറയണം, കണ്ണടച്ചയുടനെ വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെ ഞാൻ ഭാവനയിൽ കാണാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അവിടെ വരുന്നത് ഹാഡിലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി വെൻ, അല്ലെങ്കിൽ ഹാഡിലി. ഇപ്പോൾ തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ ഹാഡിലി ബിഫോർ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ബിഫോർ, അല്ലെങ്കിൽ ചെയ്ത ഉടനെ എന്ന് പറയുകയാണെങ്കിൽ ഹാഡിലി വെൻ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി വെൻ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, ഹാഡിലി ഹാഡ് ഐ ക്ലോസ്ഡ് മൈ ഐസ് when I began to imagine strange things. Happily had I closed my eyes when I began to imagine strange things. അപ്പോൾ ഈ 3 പ്രയോഗങ്ങൾ ഞാൻ ചെറിയ ഒരു പ്രയോഗങ്ങളാണ്, അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ എക്സസൈസാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാണ്. ഒന്നാമത്തെ എക്സസൈസാണ്. അവൻ ഫോൺ മോഷ്ടിക്കുക മാത്രമല്ല എൻ്റെ ബാഗും എടുത്തു. അവൻ ഫോൺ മോഷ്ടിക്കുക മാത്രമല്ല എൻ്റെ ബാഗും എടുത്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ സ്റ്റോൾ ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച ഉടനെ തന്നെ അവനുമായി അവൾ വഴക്കാരംഭിച്ചു. അപ്പം നോ സൂണർ വെച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സ്കേഴ്സ്ലി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അവനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചയുടനെ തന്നെ അവനുമായി അവൾ വഴക്കാരംഭിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, വളരെ തണുപ്പായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. വളരെ തണുപ്പായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൻ ഇംഗ്ലണ്ട് മാത്രമല്ല ജർമ്മനിയും സന്ദർശിച്ചു. അവൻ ഇംഗ്ലണ്ട് മാത്രമല്ല ജർമ്മനിയും സന്ദർശിച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ആ ജോലി അത്രയ്ക്ക് കഠിനമായിരുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ ജോലി ഡിഫിക്കൽട്ടാണ്, കഠിനം എന്നുള്ളതിന്. ആ ജോലി അത്രയ്ക്ക് കഠിനമായിരുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും എഴുതാൻ ശ്രമിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി യു ക്യാൻ റൈറ്റ് ഇറ്റ് വെരി ഈസിലി. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും പലരും ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ ഞാൻ അതിൻ്റെ റിപ്ലൈ അപ്പോൾ തന്നെ നൽകാറുണ്ട്. അപ്പോൾ ഇനിയുമുള്ള വീഡിയോസ് ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.